കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ MLA അനുഭാവിയുടെ ഷെഡിന് തീയിട്ടു. ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷിയുടെ ഭാഗമായുള്ള ഷെഡിനാണ് തീയിട്ടത്. മുൻപ് പുരുഷോത്തമന്റെ കാറിനും തീയിട്ടിരുന്നു. ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഇതെന്താണ്? തുടർന്ന് ആക്രമണമാണല്ലോ. ഇത് ആരാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ശരത്? അരുൺകുമാർ, അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ആണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ടി പുരുഷോത്തമൻ ചില ആളുകളുടെ ഒക്കെ തന്നെ പേര് ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ ചെമ്മീൻ കൃഷിയോട് ചേർന്നുള്ള ഷെഡിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഭൂരിഭാഗവും ഇത്തരത്തിൽ തീയിൽ നശിച്ചു എന്നുള്ളത് കൂടി പറയേണ്ടി വരും. ചെമ്മീൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന വല, ബോക്സ്, ഒപ്പം തീറ്റ അടക്കം സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ഷെഡ്. ഈ കൃഷിയോട് തന്നെ തൊട്ടിപ്പുറമാണുള്ളത്. അവിടെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് തീയിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ആയിരിക്കാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ടി പുരുഷോത്തമൻ നമുക്കറിയാം മുൻ CPM നേതാവ് കൂടിയാണ്. മാത്രമല്ല ഈ കുഞ്ഞികൃഷ്ണന്റെ അനുനായിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം പോലും CPM വെല്ലുവിളിച്ച് അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അക്രമം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിൽ ഉടൻ തന്നെ പരാതി നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ചെമ്മീൻ കൃഷിയിലേക്ക് ഈ ഏതോ തരത്തിലുള്ള ദ്രാവകം ഒഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു നിമിഷം നമുക്കിപ്പോൾ ശ്രീ പുരുഷോത്തമൻ നമുക്കൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം ശ്രീ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് തീപിടിച്ച വിവരം അറിയുന്നത് ഷെഡിന്? രാവിലെ 6 മണിക്ക് വെളുത്തിയിടാൻ വേണ്ടിയിട്ട് അനുജന്റെ മുഖം വന്നപ്പോഴാണ് മൊത്തം കത്തുന്ന കാണുന്നത്. അപ്പൊ രാത്രി തീ വെച്ചതാണ്. അത് തീ വെച്ചതല്ല, അത് ബ്ലാസ്റ്റ് ചെയ്യിച്ചാണ്. കാരണം പറഞ്ഞാൽ ജനലുകള് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തകർന്ന് പോയിട്ടുണ്ട്. ഒന്നും അതിനകത്ത് ബാക്കിയില്ല. ഒരു 5-10 ചാക്ക് തീറ്റ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10-40 ക്രേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. മീൻ ബോക്സ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അതൊക്കെ ഉരുകിയിട്ട് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. മുഴുവൻ സാധനങ്ങളും പോയിരുന്നു. അതിനകത്ത് മോട്ടർ ഉണ്ടായിരുന്നു, അത് കത്തിയിട്ടുണ്ട്. എല്ലാ ഉപകരണങ്ങളും കത്തിയിട്ടുണ്ട്. ഒരു കാര്യങ്ങളും അതിനകത്ത് ബാക്കി. അതായത് ഏതോ സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് കത്തിച്ചിരിക്കുന്നതെന്നാണോ? അല്ലെങ്കിൽ അങ്ങനെ വരൂല. അല്ലാതെ അങ്ങനെ വരില്ല. ഇത് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി കാണും ശ്രീ പുരുഷോത്തമൻ? കണക്കാക്കിയാലേ പറയാൻ പറ്റും. കണക്കാക്കണം. നേരത്തെ കാറിനും ഇതേപോലെ സംഭവിച്ചു അല്ലേ? അന്ന് ആ കാറിന് തീ വെച്ചു? കാറിനല്ല, കാറിന് എത്ര കത്തിച്ചു. വീടിന്റെ ജനലുകളൊക്കെ പൊളിച്ചു. അത് വാള് ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ ജനല് പൊളിച്ചത്. അപ്പൊ ശരിക്കും അന്ന് ആളുകൾ കെട്ടിയിട്ട് കൊല്ലുമായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന കെട്ടിടത്തിനകത്ത് ആളുകൾ കിടക്കുന്നതാണ്. അവിടെ കട്ടിലൊക്കെ ഉണ്ട്. ആ കട്ടിലൊന്നും കാണാനേ ഇല്ല. അത് കംപ്ലീറ്റ് കത്തി തീർന്നിന്. ആളവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപകടം, ജീവാപായം സംഭവിച്ചേനെ അല്ലേ? ജീവാപായം അവിടെ കാണുമല്ലോ, കംപ്ലീറ്റ് കത്തിയിട്ടുണ്ടാവും. ഇതിന് പിന്നിൽ ആരാണെന്നാണ് ശ്രീ പുരുഷോത്തമൻ അങ്ങ് കരുതുന്നത്? പയ്യന്നൂര് കഴിഞ്ഞൊരു 2 ദിവസം മുമ്പേ പയ്യന്നൂര് പഴയ MLA പയ്യന്നൂര് കുറെ കാര്യങ്ങൾ വളരെ പ്രൊവക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പത്രക്കാരോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വ്യാപകമായ നിലയിൽ എനക്കെതിരായിട്ടും അതുപോലെ തന്നെ മറ്റു നമ്മുടെ സഹകർക്കെതിരായിട്ടും വ്യാപകമായിട്ടുള്ള ഒരു വെല്ലുവിളിയും കാര്യങ്ങളും ബാക്കി വെച്ചേക്കൂല, കൈകാര്യം ചെയ്യും, അങ്ങനെയാക്കും, പിന്നെ കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കുറിപ്പുകളും അതുപോലെ തന്നെ കമന്റുകളൊക്കെ ഇരുന്നു. ഇവിടെ CCTV ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ ആ പരിസരത്ത് നിന്ന് ശേഖരിക്കാൻ പറ്റുന്ന എവിടെന്തെങ്കിലും ഉണ്ടോ? അതറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഇതൊരു റിമോട്ട് ഏരിയ അല്ലേ, വളരെ ഉള്ളോട്ടാണ്. കാരണം ഇത് ഒരു ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് നമ്മൾ ഫാം തയ്യാറാക്കിയിട്ട് കൃഷി നടത്തിയത്, കാരണം ചെമ്മീൻ കൃഷിയൊക്കെ. അപ്പോൾ കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ ഇവിടെ സമീപത്തെ CCTV ഇനി വരുന്ന സ്ഥലത്തോടെ ഉണ്ടോന്ന് അറിയില്ല. ഇത് ഏത് ഭാഗത്തുനിന്നാ വന്നു അറിയില്ല. ഇവിടെ തോണിയിൽ വരാം, മറ്റില്ലെങ്കിൽ വരാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് എന്തായാലും പരാതി കൊടുത്തു അല്ലേ? പരാതി ഞാൻ പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഇത് ആശയപരമായി എതിർഭാഗത്ത് നിൽക്കുന്നവരാണ് എന്നുള്ളൊരു സംശയമുണ്ട് അല്ലേ? സംശയമല്ല, ഇത് കൃത്യമായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ മധു പറഞ്ഞിട്ട് മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും പയ്യന്നൂര്. മറ്റേ ഈ CPM ആളുകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. മധു മാത്രമേ ചെയ്യും. കാരണം മധുവാണ് ഇതിനകത്ത് തുടക്കം കുറിച്ചത്. ഇപ്പോൾ കാരണം തോൽവി ഇതുവരെ ഉൾക്കൊള്ളാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടില്ല. ആ തോൽവിയിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഈ കാര്യങ്ങൾ. അവിടെ വിചാരത്തിന് പ്രസക്തിയില്ല. വികാരം അതുപോലെ തന്നെ ഇവർക്ക് അധികാരം നഷ്ടപ്പെട്ട ഉന്മാദാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രശ്നമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ടി മധുസൂദനന്റെ അനുഭാവികളോ അല്ലെങ്കിൽ ടി മധുസൂദനൻ പറഞ്ഞിട്ടോ ആണ് ചെയ്തതെന്നാണ് അങ്ങയുടെ ആരോപണം? അല്ല, ടി മധുസൂദനന്റെ പ്രേരണ ഇല്ലാതെ ഇങ്ങനെ ആരും ചെയ്യില്ല. അനുഭാവികളല്ല, പാർട്ടി അനുഭാവികളോ ആരെങ്കിലും ആയിരിക്കാം, പാർട്ടി പ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ആളുകളായിരിക്കാം. പക്ഷെ അത് മധു പറയാതെ കണ്ട് ഈ കാര്യങ്ങൾ നടക്കൂല.
ഓക്കെ, അതെന്തായാലും അന്വേഷണത്തിൽ തെളിയട്ടെ. അതെന്തായാലും നിർഭാഗ്യകരമായ സംഭവമായി പോയി. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് കാര്യം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യാറില്ല. ഹലോ, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കൃഷി ചെയ്യാറില്ല. എനിക്ക് സ്ട്രോക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കൃഷി ആരംഭിച്ചത് ആദ്യം വീണ്ടും. കാരണം ചെറിയ രീതിയിലുള്ളൊരു ആരോഗ്യ ഒരു മെച്ചപ്പെടൽ എനിക്ക് ഉണ്ടായിട്ട്. അപ്പോൾ എൻ്റെ അനുജന്റെ മക്കൾ, എൻ്റെ മോൻ, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ചേർന്നിട്ടാണ് സഹായിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അനുജന്റെ മോനാണ് അധികം തീറ്റ ഇടാൻ രാവിലെയും രാത്രിയൊക്കെ വരിക. ഇതിലിപ്പോ ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ ശ്രീ പുരുഷോത്തമൻ? നമ്മുടെ കെട്ടിടത്തിനോ? ഇൻഷുറൻസ് ഇല്ല. പോയത് പോയി അല്ലേ? അല്ല, പോയത് പോയി. ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് നമ്മളെ കത്തിക്കുന്നതായിരുന്നു ഞാൻ പറയുന്നത്. ഇത് നശിപ്പിക്കുന്നതിന് തന്നെ നമ്മളെ കത്തിക്കുന്നതായിരുന്നു നല്ലത്. ഇതാണല്ലോ ഫാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, അതിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ നശിപ്പിക്കുക, അതിലെ പിന്നെ ആളെ ഇല്ലാതാക്കുക. അപ്പൊ ആളെ ഇല്ലാതെ കഴിഞ്ഞാൽ ഈ പ്രശ്നം എളുപ്പത്തിൽ അവസാനിക്കും. അതാണ് അവർക്ക് തോന്നിവാസമാണ്. തോന്നിവാസം എന്നല്ല, ഇതിനെ ഫാസിസം എന്നും പറഞ്ഞ് നമുക്കതിനെ അങ്ങനെ പോലും പൊളിറ്റിക്കലി പറയാൻ പറ്റില്ല. ഇത് ഒരു കൊട്ടേഷൻ സംഘം അങ്ങനെ പറയണം. ഫാസിസത്തിന് പിന്നെയും ഒരു പൊളിറ്റിക്കൽ ആശയം, അത് ഏകാധിപത്യമാണെങ്കിൽ പോലും ഉണ്ട്. ഇത് അതുമല്ലല്ലോ. ഇത് വെറും വ്യക്തിപരമായിട്ട് കൂടിയല്ലേ ആക്രമണം, ആശയപരമായിട്ടല്ലല്ലോ. ഇതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. നമ്മുടെ സാമൂഹ്യ രംഗം മൊത്തം അടിയവസ്ഥമാക്കുന്ന വൃത്തികേടാണ്. ശരിയാണ് ശ്രീ ടി പുരുഷോത്തമൻ. എന്തായാലും ഇതിന്റെയൊക്കെ മുന്നിൽ വളരെ പ്രമുഖന്മാരായിട്ട് ആളുകളും സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതൊക്കെ അതിന്റെ കഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ആളുകളെ സാമൂഹ്യവൽക്കരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനും നേർവഴിക്ക് നടത്താനുമാണ്. പക്ഷെ ഇതെന്താ പറഞ്ഞാൽ ക്രിമിനലുകളെ തേടി പിടിച്ചിട്ട് അവരെ ഉപയോഗിച്ച് ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുകയാണ്. റൊട്ടേഷൻ പരിപാടിയാണ്. എന്തായാലും അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും എന്താ പറയുക, എന്തായാലും വളരെ സങ്കടകരമായ കാര്യമായി പോയി ശ്രീ ടി പുരുഷോത്തമൻ. താങ്ക് യു ശ്രീ പുരുഷോത്തമൻ ചേർന്നതിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യനും ആ കുടുംബവും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ്. പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. പറഞ്ഞത് ശരിയാണെങ്കിൽ അതൊട്ടും ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് തെളിയുകയാണെങ്കിൽ സമൂഹം അവരെ മാറ്റി നിർത്തുക തന്നെ വേണം. ഒട്ടും ശരിയായ ഒരു കാര്യമല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഇത് ഏത് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ്? ഓരോ മൊബൈൽ ഫോണുകളും ദൃശ്യങ്ങളും ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളുടെ സാന്ദ്രതയും കൂടുന്നൊരു കാലത്ത് ഇതേപോലുള്ള പരിപാടികളൊക്കെ നടത്തിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ആലോചിക്കുക, ആ പാവപ്പെട്ട മനുഷ്യൻ ഇൻഷുറൻസിൽ ആ കെട്ടിടവും പോയി, ആ ചെമ്മീൻകെട്ടിൻ്റെ ഷെഡ് പോയി, അതിനുള്ള സംവിധാനം പോയി, വീട്ടിൽ ആക്രമണം നടത്തുക ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. ആലോചിച്ച് നോക്കൂ, ഇത് ജനാധിപത്യമല്ലേ സർ? ഇത് റിപ്പബ്ലിക് അല്ലേ സർ?